മോള് ഒന്നുകൊണ്ട് വിഷമിക്കരുത്. അന്യ വീട്ടിലേക്കൊന്നും അല്ലല്ലോ മോള് പോണത്. ഇനി അതാണ് നിന്റെ വീട്. ഭാനു ഒന്നിട്ട് വരൂ. വിദ്യേ, ഇതാ ഇതിരിക്കട്ടെ. ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതാ. ഇത്രേ ചേച്ചിയെ കൊണ്ട് നിവർത്തിയുള്ളൂ. എനിക്കെന്തിനാ ചേച്ചി രൂപ? എനിക്ക് തരാനുള്ളതെല്ലാം ഇവിടുന്ന് തന്നല്ലേ വിടുന്നത്. എടി, നീ അകത്ത് പോയി കുറച്ച് പാക്കെടുത്തോണ്ട് വാ. നീ വാ. നീ അങ്ങോട്ടല്ലേ? എല്ലാരും പരിചയപ്പെട്ടോ? ഗോപാല, ഇതുപോലുള്ള ആലോചനയും കൊണ്ട് ഇനി മേലാൽ ഇങ്ങോട്ട് വരണ്ട. അതെന്താ ചേച്ചി അങ്ങനെ പറയണേ? ഇതിനെന്താ ഒരു കുഴപ്പം? സ്ത്രീധന കാശോ കടം. മര്യാദയ്ക്കൊരു കല്യാണ സദ്യ നടത്താൻ പറ്റിയോ ഗ്രൂപ്പിന്? ചോറിനകത്ത് മണ്ണെണ്ണ വേവിച്ചിട്ട് ഒരൊറ്റ മനുഷ്യൻ ഉണ്ണാൻ പറ്റിയോ? അതെ, ചെലവ് ചുരുക്കാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ചെയ്തതല്ലേ. മണ്ണെണ്ണ വെച്ചാ പിന്നെ ആരും കഴിക്കത്തില്ലല്ലോ. ചാന്തനതിന്റെ വല്ല ആവശ്യമുണ്ടോ? ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്ത ഇങ്ങനെ ഇരിക്കും. എന്റെ സാവിത്രി ചേച്ചി, ഞാൻ അവനോട് ഈ കാര്യം വേണ്ട വേണ്ടാന്നൊരു 100 പ്രാവശ്യം കാല് പിടിച്ചു പറഞ്ഞതാ. അപ്പോഴേ അവന് തൊലി വെളുത്ത പെണ്ണ് വേണം. എന്നാ അതിന് തക്ക ചേലോ ചെമ്മാന്തവോ ഉണ്ടോ? അതുമില്ല. അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാ? ഇതിലേതാ വായി വെച്ചോണ്ട് ചുമ്മാ ഇരിക്കാമോ? ഓ, ജോലിയും വേലയും ഇല്ലാതെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന നിന്റെ കൽപ്പനയും കൂടെ അനുസരിച്ചേക്കാവടാ.
ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ? എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അച്ഛനെയമ്മയും വിട്ടുപോകുന്നതിന്റെ വിഷമമാണോ? ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഇന്നു മുതൽ ഇത് തന്റെ വീടാ. അമ്മ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. താനൊന്നും കാര്യമാക്കരുത്. അച്ഛൻ മരിച്ച ശേഷം അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തി ഈ നിലയിൽ എത്തിച്ചത്. അതിന്റെ സ്നേഹക്കൂടുതലും സ്വാതന്ത്ര്യവും അമ്മയ്ക്കുണ്ടാവും. എന്താ താനൊന്നും മിണ്ടാത്തത്? എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. തന്റെ വിഷമം എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടി താൻ ക്ഷമിക്കുക. ആഹാ, നീ ഇത്ര വേഗം കയറി കിടന്നങ്ങ് ഉറങ്ങിയോ? കല്യാണത്തിന് ഓരോരുത്തർ കൊണ്ടു തന്ന രൂപയൊക്കെ എഴുതി വെച്ചോ? ആരൊക്കെ എന്തൊക്കെയാ കൊണ്ടു തന്നെന്ന് എഴുതി വെച്ചില്ലെങ്കിലേ അങ്ങോട്ടും തിരിച്ചു കൊണ്ടുപോയി കൊടുക്കേണ്ടതാ. നീ ഇങ്ങോട്ട് വന്നേ. അമ്മേ, പ്രദീപും പ്രസാദും കൂടി. അവന്മാർക്ക് ആൾക്കാരൊക്കെയാണെന്ന് അറിയാമോ? ഇന്ന് തന്നെ എഴുതി വെച്ചില്ലെങ്കിലേ മറന്നുപോകും. വാ. അമ്മയ്ക്ക് കണക്ക് നോക്കാൻ കണ്ട ഒരു സമയം. താൻ കിടന്നോ, ഞാനിപ്പോ വരാം. ആരാ ഇവരെ എവിടെ കൊണ്ടൊന്ന് കിടത്തിയത്? ഞാനാ. ഭവാനിയുടെ പിള്ളാരാ. എല്ലാവർക്കും കൂടെ അവിടെ കിടക്കാൻ സ്ഥലമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പിള്ളാരെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിക്കോളാൻ. നീ ആ പ്രസാദിന്റെ മുറിയിലെങ്ങാനും പോയി കിടക്ക്. എന്നാ ഇവരെ പ്രസാദിന്റെ മുറി കിടത്തായിരുന്നില്ലേ? അവന്റെ മുറി പിള്ളേരൊന്നും കിടക്കുന്ന അവന് ഇഷ്ടമല്ല. ഇന്ന് അവരിവിടെ തന്നെ കിടക്കട്ടെ. പിള്ളേരെ കൊണ്ടുവന്ന് കിടത്താൻ കണ്ട ഒരു സ്ഥലം. രേഷ്മേ, ദീപേ, നോക്കൂ. పగరి సరి సా సరిగ పద పగర పా ఆ ఆ നിക്കിരിക്കേ, കുളിച്ച് ശുദ്ധമായിട്ട് അടുക്കളയിലോട്ട് കയറിയാ മതി. എന്നോട് ആദ്യ രാത്രി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അമ്മായിയമ്മ ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. പിന്നെ ഈ മൂട്ടി വേര് കയറുന്നവരെയൊന്നും കിടന്നുറങ്ങാൻ ഇവിടെ പറ്റത്തില്ല. ഞാൻ കാലത്ത് 5 മണിക്ക് എഴുന്നേക്കും. അതിനു മുൻപ് നീ എഴുന്നേറ്റിരിക്കണം. ഇത്രയും കാലം പ്രശാന്തിന് ചോറ് വെച്ച് വിളമ്പി കൊടുത്തത് ഞാനാ. ഇനി നീ അതൊക്കെ ചെയ്യേണ്ടത്. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ പഠിപ്പിക്കാനാണോ മോളെ ഇങ്ങോട്ട് വിട്ടത്? പോയി കുളിച്ചിട്ട് വാ. കുളിച്ചിട്ടേ അടുക്കളയെ കയറാവുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ പോലും. ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ കാര്യം. ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഓരോ കാര്യങ്ങൾ ഓർത്ത് അങ്ങനെ കിടന്നു. ആ പ്രസാദിന്റെ കൂടെ കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല. അവൻ കാലെടുത്തപ്പോഴും ദേഹത്തിടും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ?
പ്രസന്നെ വിദ്യക്ക് കുളിമുറി ഒന്ന് കാണിച്ചു കൊടുക്കൂ. ആ, നീ കൊറേ ദിവസമായല്ലോ ഇതുമേ പണിയാൻ തുടങ്ങിയിട്ട്. തീർന്നില്ല ഇതുവരെ? എല്ലാം ശരിയായി വന്നപ്പോഴാ ഇതിന്റെ ഹാൻഡിൽ ബാറിന് ഒരു ഇളക്കം. ആദ്യം നിന്റെ തലയിൽ ഇളക്കം മാറ്റിയിട്ട് ഇതിന്റെ ഇളക്കം മാറ്റിയാൽ മതി. കൊണ്ടുപോയി വല്ല സൈക്കിൾ ഷാപ്പിൽ കൊടുക്കടാ. സമയമായില്ലേ ചെല്ല്. മോനെ പ്രദീപേ, ഓ നീ വൈകിട്ട് വരുമ്പോ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് വരണം, മറക്കല്ലേ. ശരി അമ്മേ. അതിനി കാക്ക മലന്ന് പറക്കണം. അയ്യ, ഓ കാച്ചി എണ്ണയുടെ നല്ല വാസന. അമ്മ തന്നു വിട്ടതാ. വെള്ളം മാറി കുളിച്ച പനി വരുന്നും പറഞ്ഞു. ഇന്നമ്മയ്ക്ക് നമ്മുടെ മുറിയിൽ കുട്ടികളെ ഒന്നും കൊണ്ടുവന്ന് കിടത്താൻ പറ്റില്ല. അവരെല്ലാം പോയി. പൊട്ടി ശരിയായില്ലല്ലോ. ഞാൻ നേരാക്കി തരാം. വേണ്ട, അത് മായ്ച്ചിട്ട് ഞാനിട്ട് തരാം. മായ്ക്കാം. മായ്ക്കും. ശാന്ത, കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് എപ്പോഴും ഇതിനകത്ത് കയറി ഇരുന്നാ മതിയോടാ? ജോലിക്കൊന്നും പോകുന്നില്ലേ? ഇന്നുകൂടി ലീവ് എടുത്തു. അതെന്തിനാ? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഓഫീസിൽ ചെന്ന് അവരൊക്കെ എന്ത് വിചാരിക്കും? അവിടെ ഓരോരുത്തർ കല്യാണം കഴിഞ്ഞിട്ട് ആഴ്ച കണക്കിനാണ് ലീവ് എടുക്കുന്നത്. അവർക്കൊക്കെ കൈവിട്ട് കളിക്കാൻ മുതല് കാണും. അതുപോലെ നല്ല സ്ത്രീധനം മേടിച്ചിരിക്കും. അല്ലാതെ നിന്നെ പോലെ നക്കാപ്പിച്ച് മേടിച്ചോണ്ടായിരിക്കത്തില്ല അവര് കെട്ടിയത്. മറ്റുള്ളവർ തുള്ളുന്നത് പോലെ നീ തുള്ളിയാലേ കാല് കൊള്ളു. വിദ്യ, എന്തോ? മുറി കയറിയിരിക്കാതെ വേഗം അടുക്കളയിലോട്ടിയല്ലേ. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്തായാലും ശരി, ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല. കല്യാണം കഴിഞ്ഞെന്ന് കരുതിയേ പെണ്ണുങ്ങളുടെ പുറകെ ഇങ്ങനെ മണത്തോണ്ട് നടക്കുന്നതേ അവരവരുടെ വില കളയുന്ന സ്വഭാവ. പറഞ്ഞേക്കാം. വിദ്യേ, എടി വിദ്യേ. എന്താ അമ്മേ? തരം കിട്ടിയാ പെണ്ണ് കിട്ടുകാര് പറ്റിക്കും. മാറ്റി വെച്ച് നോക്കിയാൽ മാത്രം പോരാ, തൂക്കവും നോക്കണം. എടി, നിന്റെ കഴുത്തിലേം കാതിലേക്ക് ഇങ്ങോട്ട് ഊരി വെച്ചേ. അത് സ്വർണ്ണമാണോ മുക്കുകൊണ്ടമാണോ നോക്കട്ടെ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്താടി നോക്കി നിൽക്കുന്നേ? അഴിക്കാൻ പറഞ്ഞത് കേട്ടില്ലേ? മാറ്റി ഇച്ചിരി കുറവാ. ഇപ്പൊ നല്ല സ്വർണ്ണമൊക്കെ എവിടെ കിട്ടാനാ? കാശ് കൊടുത്താൽ നല്ല ഒന്നാന്തരം സ്വർണം കിട്ടും. വില കുറച്ച് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാ മാറ്റി കുറയുന്നത്. ആ കമ്പനിയോട്ട് ഒരിക്കൽ നോക്കട്ടെ. അയ്യോ, ഇപ്പൊ കരയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഞാൻ വല്ലതും പറഞ്ഞു? എല്ലാം കൂടി 76.5 ഗ്രാമുണ്ട്. 10 പവന് 3.5 ഗ്രാം കുറയും. 3.5 ഗ്രാം കുറവോ? എനിക്ക് അപ്പോഴേ സംശയം തോന്നി പറഞ്ഞത്രയും സ്വർണ്ണമില്ലെന്ന്. ഇപ്പൊ തൂക്ക് നോക്കിയത് കൊണ്ട് കാര്യം പിടികിട്ടി. എന്നാലും ഇങ്ങനെ പറ്റിക്കുന്ന കൂട്ടരുണ്ടല്ലോ. ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. എന്നാ തൂക്കം കാണണ്ടേ? പണിക്കുറവായിരിക്കും. 3.5 ഗ്രാം പണിക്കുറവോ? എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. 10 പവനുള്ള രൂപ മുഴുവൻ എണ്ണി കൊടുത്തിട്ട് സ്വർണ്ണം എടുത്തത്. അയ്യടാ, എന്നാ ഞാൻ കുറച്ചതായിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് വരണം കേട്ടോ. അയ്യടാ, അച്ഛൻ ഇങ്ങോട്ട് എണ്ണി കൊണത്തന്ന്. എന്താ കൊണത്തന്നാ? അയ്യോ, എന്നാലും കുറെ ഭയങ്കരം തന്നെ. എല്ലായിടത്തും കൂടെ നിറച്ചിടാനായിട്ട് ആകെ കൊടുത്തത് 10 പവന്. അത് ഈ 3.5 ഗ്രാം കുറവ്. അവന് ബന്ധം പിടിക്കാൻ കണ്ട ഒരു വീടേ.
വിദ്യേ, അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയുള്ളൂ. അതിനു മുൻപേ നിനക്ക് അമ്മയെ വേണ്ടതായോ? അയ്യോ അതുകൊണ്ടല്ലമ്മേ. ഇന്നെന്താ ആഫീസിൽ നിന്ന് നേരത്തെ പോകുന്നത്? ഓ, ഭാര്യ ഇവിടെ ഒറ്റയ്ക്കല്ലേ, കൂട്ടിരിക്കാൻ പോകുന്നതായിരിക്കും. എന്നെയും വിദ്യയും ഓഫീസിലെ സേവിച്ചൻ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ടമ്മേ. ഡിന്നറിനും കിന്നറിനും ഒക്കെ പോകുന്നതിന് മുൻപേ ആ സ്വർണത്തിന്റെ കാര്യം അവളോടൊന്ന് ചോദിച്ചേ. ഏത് സ്വർണത്തിന്റെ കാര്യം? നിന്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയതേ 3.5 ഗ്രാം കുറവാ. അമ്മ അത് തൂക്കിച്ചു നോക്കിയോ? നോക്കിയിട്ടാ പറഞ്ഞത്. എന്നാലും ആ കുറുപ്പ് നമ്മളെ ഇങ്ങനെ പറ്റിച്ചു കളഞ്ഞല്ലോ. നീ വേഗം നിന്നാ കുറുപ്പിനോട് ബാക്കി സ്വർണം തരാൻ പറ. താമസാലേ പെണ്ണിന്റെ കാതിലും കഴുത്തിലും കിടന്ന് തേഞ്ഞതാണെന്ന് അവര് പറയും. 3.5 ഗ്രാം സ്വർണത്തിന്റെ കാര്യമല്ലേ അമ്മേ? അതിനിങ്ങനെ കിടന്ന് ബഹളം വെച്ചാലോ? കഷ്ടം തന്നെ. ഇത്ര നേരമായിട്ടും തീർന്നില്ലേ പാത്രം കഴുകല്? കുറച്ചുകൂടി ഉണ്ടമ്മേ. അല്ല, നിന്റെ ഈ ഒരിക്കലും പിടിക്കലും ഒക്കെ കണ്ടാലേ ഇവിടെ ഉള്ളവർക്ക് ഒരു വൃത്തിയും വെടിപ്പും ഒന്നുമില്ലെന്ന് തോന്നുമല്ലോ. ദേ, കറണ്ട് ബില്ല് കിട്ടുന്നത് ഞാനാ. പെറുക്കി വെച്ചേ മതി. എന്ത് പറ്റി? ഇന്നൽപ്പം ഗൗരവത്തിലാണല്ലോ. അമ്മയ്ക്കെന്താ എന്നോട് മുൻവൈരാഗ്യം വല്ലതുണ്ടോ? എല്ലാ ജോലിയും ഞാൻ ചെയ്യണം, ആരും ഒരു കൈ സഹായിക്കില്ല. എപ്പോ നോക്കിയാലും എന്നെ എന്റെ വീട്ടുകാരെ ഓരോ കുത്തുവാക്ക് പറച്ചില്. തൊട്ടേനും പിടിച്ചേനും ഒക്കെ കുറ്റമാ. ഈ 55-ാം വയസ്സിൽ അമ്മയുടെ സ്വഭാവം മാറ്റുന്നതിനേക്കാളും എളുപ്പം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാ. മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മയ്ക്ക് എന്നോടാ. മൂത്ത മകനായതുകൊണ്ടാവാം എതിർത്തൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ അമ്മ സഹിക്കില്ല. ഞാൻ വലിയൊരു തുക സ്ത്രീധനം വാങ്ങിച്ച് കെട്ടണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. തന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ കെട്ടില്ലെന്ന് ഞാൻ വാശി പിടിച്ചു. അമ്മ ഒരുപാട് എതിർത്തെങ്കിലും അവസാനം എന്റെ ആഗ്രഹം പോലെ നടന്നു. ഞാൻ ഒരുപാട് വഴിപാട് നേർന്നത് കൊണ്ടാ തന്നെ എനിക്ക് കിട്ടിയത്. അതെന്റെ ഒരു ഭാഗ്യല്ലേ? അമ്മ എന്ത് പറഞ്ഞാലും താൻ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞേക്ക്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും താൻ എന്നോട് പറയാ. തന്റെ ദേഷ്യമെല്ലാം എന്നോട് കാണിച്ചാ മതി. തനിക്ക് ഞാനുണ്ടോ? വിദ്യേ, ആ പുഴയിലെങ്ങാനും കൊണ്ടുപോയി കഴുക്. അതല്ലേ സൗകര്യം. പുഴയിൽ എങ്ങനെയമ്മേ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്? എനിക്ക് ശീലമില്ല. ആ, ഇങ്ങനല്ലേ ശീലിക്കുന്നത്. ചേട്ടതി, പ്രസന്നം വരുന്നുണ്ടോ? ഞാനും വന്നേനെ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. നാർന്ന തുണിയൊക്കെ മുഖത്തിട്ട് തൂക്കാതെ എടുത്തോണ്ട് പോ. എടാ പ്രദീപേ, നിങ്ങളുടേത് വലത് അലക്കാനുണ്ടെങ്കിൽ എടുത്തു കൊടുക്കടാ. ഇത്രേ ഉള്ളോ? ആ ഷഡ്ഡിയും കൂടെ എടുത്ത് ഇട്ട് കൊടുക്ക്. എന്താ പറഞ്ഞേ? അല്ല, ഭർത്താവിന്റെയും അനുജന്മാരുടെയും ബാക്കിയുള്ളവരുടെ അടിവസ്ത്രങ്ങൾ അവർ അലക്കി കൊടുക്കേണ്ടത് ചേട്ടത്തമ്മയുടെ കടമയല്ലേ? അഭിപ്രായം പറയാൻ നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല. ഓ, ജീവിക്കാൻ സമ്മതിക്കത്തില്ല. വിദ്യേ, ഞാനും കൂടി വരാം. അയ്യണ, പെണ്ണുങ്ങൾ കുളിക്കാനും നനയ്ക്കാനും ഒക്കെ പോകുന്നിടത്ത് പുറകെ പോകാൻ നിനക്ക് നാണമില്ലയോടാ?